ഞാനും വേറൊരു ചെക്കനും കൂടി ആണെങ്കിൽ നമ്മൾ ഇത്രയും ഒബ്ജക്ടിഫൈഡ് ആവില്ല, ഇത്രയും റീച്ച് നമുക്ക് പോകില്ല. പക്ഷെ ചേച്ചി വന്നു, ചേച്ചി ക്ലീവേജ് പോലും കാണിക്കണ്ട, യൂഷ്വലി ഇടുന്നതിൽ നിന്നും ഒരിത്തിരി ഇറക്കം ഇവിടെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് ഫോക്കേഴ്സാണ്. ചേച്ചി ഒരു സ്ത്രീയും പെട്ടെന്നൊരു ആൺകുട്ടിക്ക് കൊടുക്കാത്തൊരു സംഭവമാണ് എനിക്ക് തന്നത്. ആൻഡ് ഐ എം റിയലി താങ്ക് യു ഫോർ ദാറ്റ്. അവിടെ 3 സ്ത്രീകളാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവിടെ ഒരു ആൺകുട്ടിയുടെ അടുത്ത് മോൻ ഇതാണോ വേണ്ടത്, മോന് വീഡിയോ ചെയ്യാനല്ലേ, മോന് പച്ച പിടിക്കണം, മോൻ വന്നോ, മോൻ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സ്ത്രീയുടെ കൂടെ ഒരു പുരുഷൻ താമസിക്കുമ്പോൾ ഹീസ് എ ഗേ. ഇതായത് കൊണ്ട് മാത്രം ഇതെന്ന് പറയാൻ പറ്റില്ല. സി നമ്മള് പരസ്പരം ഉള്ള ഒരു ബോണ്ടിങ് ഉണ്ട്, അണ്ടർസ്റ്റാൻഡിങ് ആണ് അതിന്റെ മെയിൻ. റൊമാൻറ്റിക് ലുക്ക് വരണമല്ലോ, ചേച്ചി റൊമാൻറ്റിക്കില് നോക്ക്, റൊമാൻറ്റിക് നോക്കി, ഇവിടെ റൊമാൻറ്റിക് വരണില്ല ചേച്ചി ഇങ്ങനെ തരും. മുടിയൊക്കെ ഇങ്ങനെ ഇടുമ്പോഴേക്കും അവന്റെ മൂക്കിൽ കയറി പോകും. ഇങ്ങനെയല്ല, ഇങ്ങനെ ഇട്. അതായത് തുടക്കം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് എന്റെ ജോലിയാണെങ്കിലും ഞാനത് ഉണ്ടാക്കി കൊടുക്കും. അതിപ്പോ ലെഗിങ്സ് ഇട്ടിട്ടാണെങ്കിലും ലിപ്സ്റ്റിക് ഇട്ടിട്ടാണെങ്കിലും. അതായത് കൊച്ചുപിള്ളേര് മാത്രമല്ല സൈബർ ബുള്ളിങ് നടത്തുന്നത്. കൊച്ചുപിള്ളേര് മാത്രമല്ല, കൊച്ചുപിള്ളേരും ഉണ്ട്. കൊച്ചുപിള്ളേരുടെ ബുദ്ധിവികാസമുള്ള വലിയ പിള്ളേരുണ്ട്. എന്ത് പറയണം, എവിടെ പറയണം, എങ്ങനെ പറയണം ഒന്നും അറിയില്ല. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് തുപ്പൽ പൊട്ടാസും ചേച്ചി ഗോപിയാണ്. നമസ്കാരം. നമസ്കാരം. ഈ തുപ്പൽ എന്ന് പറയുന്നതേ നമ്മുടെ നാട്ടിൽ മരുന്നൊക്കെ ആയിട്ട് പറയാറുണ്ട്. അതായത് പൊള്ളിയാൽ ആദ്യം പറയുന്നത് ആ തുപ്പലെടുത്ത് തൊടാനാണ് പറയുന്നത്. പെട്ടെന്ന് അത് കുറയും. പിന്നെ നിങ്ങളുടെ പേര് ഞാൻ കേട്ടിരുന്നു, തുപ്പൽ പൊട്ടാസ് എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ വായിൽ വെച്ചിട്ടുണ്ട്. ചില സമയം പട്ടത്തിപ്പൂ എന്ന് കേട്ടിട്ടുണ്ടോ? പട്ടത്തിപ്പൂ എന്ന് പറഞ്ഞാൽ അതിന് പേര് പറയുന്നത് എന്താ? കനകാംബരം. അത് ഞങ്ങളുടെ നാട്ടിൽ പട്ടത്തിപ്പൂ എന്നാ പറയുന്നത്. മനസ്സിലായോ? മഞ്ഞ കളറുള്ള തലേ ചൂടുന്നത്. അതിൻ്റെതില്ലേ, അതിന്റെ എടുത്തിട്ട് നാക്കിൽ വെച്ചാലും പൊട്ടും. മറ്റേ തുപ്പൽ പൊട്ടാസ് പോലെ പെട്ടെന്ന് പൊട്ടത്തില്ല, എന്നാലും പൊട്ടും. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ തുപ്പൽ പൊട്ടാസ് എന്ന് പറയുന്നത്, പ്രേക്ഷകർ ഇവരുടെ തുപ്പൽ പൊട്ടാസ് എന്ന് പറയുന്ന ഒരുതരം ചെടിയാണ് നാട്ടിൽ വളരുന്ന. ഈ 90s കിഡ്സിനൊക്കെ ഇവരെ അറിയത്തുള്ളൂ, 2K കിഡ്സിനെ അറിയത്തില്ല. പക്ഷെ 2K കിഡ്സിന് നിങ്ങളെ അറിയാം. അതാണ് അവരുടെ മുന്നിലാണ് നിങ്ങൾ പിടിച്ചിടിച്ച് നിൽക്കുന്നത്. അപ്പം ഗോപികേനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ വീഡിയോയിലൂടെ കണ്ട് തന്നെ ഏറ്റവും കൂടുതൽ എന്നെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു ഇന്റർവ്യൂവിൽ നിങ്ങൾ പറഞ്ഞൊരു വാചകം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് ആലോചിച്ചത് നിങ്ങളെ ഒന്ന് ഇന്റർവ്യൂ ചെയ്താൽ കൊള്ളാമെന്ന്. നമുക്ക് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഒന്നിച്ച് നിൽക്കാൻ പറ്റുള്ളൂ എന്നൊരു തോട്ടുണ്ട്. അതായത് ഒരു ആണിനും പെണ്ണിനും ഒന്നിച്ച് നിൽക്കാൻ പറ്റില്ല എന്നൊരു തോട്ടുണ്ട് ഇവിടെ മൊത്തത്തിൽ. കാരണം വെച്ചാൽ വീട് കിട്ടത്തില്ല, എല്ലാം ഭയങ്കര പ്രശ്നമാണ്. അതിനെയൊക്കെ അതിജീവിച്ചിട്ട് ചേച്ചിയും അനിയനുമായി നിന്നുകൊണ്ട് നിങ്ങൾ വീഡിയോസ് ചെയ്യുന്നു. അതിലപ്പുറം നിങ്ങൾക്ക് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. ആക്ച്വലി നിങ്ങൾ എന്താണ്? അത് തന്നെയാണ്, ആ മെസ്സേജ് തന്നെയാണ്. അല്ല, നിങ്ങൾ ഇതിന് മുന്നിൽ നിങ്ങൾക്ക് ഇതിന്റെ ഒത്രയും സ്ട്രഗിൾസ് കിട്ടി? ഒരുപാടുണ്ട്. എന്താ പറയുക അല്ലെ, എങ്ങനെ പറയും? സ്ട്രഗിൾസ് സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും അങ്ങനെ റിയൽ ലൈഫിലാണെങ്കിലും നമ്മൾക്ക് സ്ട്രഗിൾസ് ഉണ്ട്. പക്ഷെ കൂടുതലും റിയൽ ലൈഫിനെക്കാട്ടിലും സോഷ്യൽ മീഡിയ ആണ് സ്ട്രഗിൾ തരാം. സൈബർ ബുള്ളിംഗ് ആണ് ഏറ്റവും കൂടുതൽ. സൈബർ ബുള്ളിങ്ങിൽ എൻ്റെ ഒരു സംശയം, അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ ചോദിക്കുന്നത്, ഒരു സ്ത്രീയുടെ കൂടെ ഒരു പുരുഷൻ താമസിക്കുമ്പോൾ ഹീസ് എ ഗേ, അതിനുള്ള ഐഡന്റിറ്റി? അത് ഞാൻ ഏറി പോകുന്ന ചോദ്യം ഞാൻ ചോദിച്ചത്. കാരണം ഗേ വേണോടി, ഞാൻ ഏറി പോയില്ല. നമുക്ക് ഒരിക്കലും ഇതായത് കൊണ്ട് മാത്രം ഇതെന്ന് പറയാൻ പറ്റില്ല. സി നമ്മള് പരസ്പരം ഉള്ള ഒരു ബോണ്ടിങ് ഉണ്ട്, അണ്ടർസ്റ്റാൻഡിങ് ആണ് അതിന്റെ മെയിൻ. സഹോദരിയും സഹോദരനുമായിട്ടാണ് താമസിക്കാൻ ആഗ്രഹമെങ്കിൽ അങ്ങനെ താമസിക്കുന്നത്. അതൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പം അഭിനയമായും സഹോദരി ബന്ധമായിട്ടും കാണാൻ പറ്റുന്ന ഒരു തലമുറ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ബുള്ളിങ് ഒന്നും വളരെ വലുതായിട്ട് കാണൂല എന്നാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. അല്ല, ഈ സൈബർ ബുള്ളിങ്ങിൽ ഈ തലമുറയുടെ ഒരു കാര്യം പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞൊരു ദിവസം പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ലല്ലേ? അതുകൊണ്ടാണ് പൊട്ടാസ് എന്ന് വിളിക്കുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം ഒരു പിള്ളേർക്ക്, കുറച്ചായി പിൻ ചെയ്ത് വെച്ചേക്കുന്ന ഒരെണ്ണം ഞാൻ കണ്ടിരുന്നു. പിള്ളേരോട് പറയുന്നത്, എടാ നീയൊക്കെ പോയി 9ലും 10ാം ക്ലാസ്സിൽ പോയി പഠിച്ചിട്ട് വാടാ. ഈ കൊച്ചു പിള്ളേരോട് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. ഇതിൽ 2 രീതിയിലില്ലേ ഈ സോഷ്യൽ മീഡിയയിൽ. അതായത് കൊച്ചു പിള്ളേർ മാത്രമല്ല സൈബർ ബുള്ളിങ് നടത്തുന്നത്. എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് തോന്നുന്നു കൊച്ചു പിള്ളേർ കുറെ കൂടെ നമ്മളോട് കൊച്ചുപിള്ളേര് മാത്രമല്ല, കൊച്ചുപിള്ളേരും ഉണ്ട്. കൊച്ചുപിള്ളേരുടെ ബുദ്ധിവികാസമുള്ള വലിയ പിള്ളേരുണ്ട്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക്
എന്ത് പറയണം, എവിടെ പറയണം, എങ്ങനെ പറയണം ഒന്നും അറിയില്ല. അതാ ഞാൻ പറഞ്ഞത്, പഠിക്കാൻ വിടുമ്പോൾ നമ്മൾ പഠിക്കാൻ പോവുക. ഞാനൊക്കെ എഡ്യൂക്കേഷൻ അത്രയും വില കൊടുത്തിട്ടുള്ള ഒരാളാണ്. എനിക്ക് എന്താണെന്ന് അറിയില്ല, എനിക്ക് അങ്ങനത്തെ ഒരു ഇൻട്യൂഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, എന്റെ കുടുംബത്തിനെ രക്ഷിക്കാനും അല്ലെങ്കിൽ സമൂഹത്തിനൊരു മാതൃകയാകാനും എനിക്ക് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം വേണം. ഇന്നിപ്പോ ഞാൻ ഇത്ര കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ എഡ്യൂക്കേഷനാണ്. ഞാൻ അറിഞ്ഞിട്ടുള്ള അറിവുകളാണ്, ഞാൻ പഠിച്ചിട്ടുള്ള പാഠപുസ്തകങ്ങളാണ്. ഇതെല്ലാം കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. സോ ഞാൻ ചെറുപ്രായത്തിൽ തൊട്ടേ എഡ്യൂക്കേഷൻ അത്രയും വാല്യൂ കൊടുക്കും. എന്നെ ഇപ്പൊ ഒരു കോളേജിൽ വിളിച്ചാലോ അല്ലെങ്കിൽ ഒരു ഇപ്പം ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ വിളിച്ചാലും ഞാൻ അവിടുത്തെ പറയുന്നത് ഫ്രീ ആയിട്ട് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ട് ചുമ്മാ വലിച്ചെറിയരുത്. കാരണം ഗവൺമെന്റ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത് എന്ന് പറഞ്ഞ് വലിച്ചെറിയരുത്. അതിന് നമ്മൾ വേണ്ട വാല്യൂ കൊടുക്കണം. അപ്പം കിട്ടുന്നതൊക്കെ നോളജ് ആണ്. മറ്റേ സുരേഷ് ഗോപി പറയുന്ന പോലെ ഒരറിവും ചെറുതല്ല. നമ്മളെല്ലാം ഗ്രാസ്പ് ചെയ്തുകൊണ്ടിരിക്കുക. സോ നമ്മുടെ ലൈഫ് ആരൊക്കെ നമ്മൾ ഏതൊക്കെ വഴിയിലോട്ട് ഒതുക്കി കളഞ്ഞാലും നമ്മൾ ഒതുങ്ങില്ല. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഒരു റേജ് ആയിരിക്കും നമുക്ക് മുന്നോട്ട് പോകണം എന്നുള്ള സംഭവം. വിദ്യാഭ്യാസത്തില് ഇപ്പൊ പറഞ്ഞ എന്തായിരുന്നു ആക്ച്വലി IELTSന്റെ മാഷാണെന്ന് അല്ലെങ്കിൽ ടീച്ചർ ഫാക്കൽറ്റി ആണെന്ന്, മാഷെല്ലാം ഫാക്കൽറ്റി ആണെന്ന് ഞാൻ കണ്ടു. അപ്പോൾ ട്രെയിനറാണ്. അപ്പം ഈ IELTS പഠിപ്പിച്ചിട്ട് അത് ശരിക്കും ഇപ്പൊ നല്ല എന്താ പറയുക ഭയങ്കര സ്കോപ്പുള്ള ഒരു സമയമാണിത്. കാരണം നമ്മുടെ യങ് ജനറേഷൻ പുറത്തോട്ട് പോകാൻ നിൽക്കുന്നത്. അതിൽ നിന്നൊക്കെ മാറി ഇപ്പൊ എന്താണ് ഇങ്ങനെ ഒരു ലെവൽ? അതോ ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ടോ? എന്താണ്? ഞാൻ പറയട്ടെ, ബ്രാഗിങ് മൈസെൽഫ്, ഞാൻ പൊക്കിയടിക്കുകയല്ല. ഞാൻ SSLC ഫുൾ A+ ആണ്. നമ്മളെ കുറിച്ച് തന്നെ എനിക്ക് അങ്ങനെ പൊതുവെ പറഞ്ഞു ചേച്ചി പഠിക്കുന്നുണ്ടോ? 10ാം ക്ലാസ്സിലും +2ലും ഫുൾ A+ ഉണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എനിക്ക് 4th റാങ്ക് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പോയത് നേരെ പഞ്ചാബിലേക്ക്. കാരണം ഇപ്പം എന്റെ വീഡിയോസിൽ വന്നിട്ടുള്ള ഒരു പുള്ളിയുണ്ട്, ഞാൻ സായിപ്പിന്റെ കുഞ്ഞെന്ന് പറയുന്ന പുള്ളിക്കാരനുണ്ട്. അപ്പം ഞാൻ പേരൊന്നും വെളിപ്പെടുത്തുന്നില്ല, പ്രോപ്പർ സ്ഥലമൊന്നും പറയില്ല. ബിക്കോസ് അവരൊക്കെ പ്രൈവസിന് അത്രയും വാല്യൂ ചെയ്യുന്ന ആൾക്കാരാണ്. അവരവരുടെ സ്പേസിനൊക്കെ. ആൻഡ് എന്റെ സോഷ്യൽ മീഡിയയിൽ ഇവൻ വന്നു കഴിഞ്ഞപ്പം ആൾക്കാർ എന്റെ ഇതിൽ കൂടെ പോയി തപ്പി കണ്ടുപിടിച്ച് അവന് പോയി ആ ഒരു സംഭവമാണ് എനിക്ക് വന്നോണ്ടിരുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ സായിപ്പും കുഞ്ഞിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനൊന്ന് വളയ്ക്കണം എന്നൊക്കെ നോക്കി ഐഡിയ കിട്ടാതെ വിട്ടതാ. റിക്വസ്റ്റ് മൊത്തം സായിപ്പ് കുഞ്ഞിന്റെ ഐഡിയ വരും. സായിപ്പ് കുഞ്ഞിന്റെ ഐഡിയ ആരോ ചോദിച്ചു ഒന്ന് തരാമോ കൊടുക്കാൻ വേണ്ടിയാണ്. അവനായിട്ട് എനിക്കൊരു 4 വർഷത്തെ പരിചയമുണ്ട്. 4-4.5 കൊല്ലമായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ആ സമയത്ത് ഞാൻ 4 കൊല്ലം തൊട്ടേ കോണ്ടന്റ്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെന്താണ് സംഭവം, എന്താണ് അവനൊരു ഇന്ത്യൻസിനോടൊരു ഇതുണ്ട്. കാരണം അവന്റെ ആൻസെസ്ട്രി ഇന്ത്യയിലാണ് കൂടുതലുള്ളത്. അപ്പൊ അതുകൊണ്ട് അവൻ ഇന്ത്യൻസിനെ എക്സ്പ്ലോർ ചെയ്യാനും അറിയാനൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. സോ അവൻ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു എന്താണ് സംഭവം, എങ്ങനെയാണ് ലൈഫ് ഇതെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ സംസാരിച്ചു. ആ ഒരു സമയത്ത് അവൻ ആദ്യം എന്നെ വീഡിയോ കോൾ ചെയ്ത സമയത്ത് ഇവൻ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. ഇവരുടെ ആക്സെന്റ്, അമേരിക്കൻ ആക്സെന്റ് എനിക്ക് ആ സമയത്ത് കിട്ടില്ല. കാരണം ഇപ്പൊ ഇത്രയും +2ല് ഫുൾ A+ അതും ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇംഗ്ലീഷ് സംസാരിക്കുന്ന പറഞ്ഞാൽ ഞാനിങ്ങനെ ഒന്ന് ഇറക്കുമായിരുന്നു അറ്റ് എ പോയിന്റ്. ആ ഒരു സംഭവം ആ ഒരു സമയത്ത് ഇവൻ വിളിച്ചു, ഞാൻ കോൾ കിട്ടി ഞാൻ ഓടിക്കളത്. ഞാൻ ഈ സ്ഥലത്തിന് ബ്ലോക്ക് ആക്കണം, ഇയാൾ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മൾ ക്വാറന്റീൻ എന്നല്ല പറയണത്, അവര് ക്വാറന്റീൻ എന്നൊക്കെ പറയുള്ളൂ. സോ ആ സംഭവം വരും, വെച്ചിട്ട് ഇങ്ങനെ പോയിട്ട് സംസാരിക്കേണ്ടി വരും. പൊള്ളുന്നെന്തെങ്കിലും വാലിട്ടുള്ള സംസാരിക്കാൻ ഇല്ല. പക്ഷെ പുള്ളി എന്നെ ഭയങ്കര മോട്ടിവേറ്റ് ചെയ്തു, എൻകറേജ് ചെയ്തു. കാരണം അറിയാത്തൊരു ലാംഗ്വേജ്, അത് ലാംഗ്വേജ് അറിയാം പക്ഷെ പറയാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു ലാംഗ്വേജ് ആണ്. പുള്ളി എന്ന ഒരു മോട്ടിവേഷനിൽ ഞാൻ പിന്നെ ഒരു ടച്ചിന് സംസാരിച്ചു. പിന്നെ എനിക്കൊരു സംഭവം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിവ്, കഴിവ്, ഇതുപോലെ ലാംഗ്വേജ് ഇതൊക്കെ എവിടെന്നെങ്കിലും കിട്ടാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് 101% ഞാൻ ഉപയോഗിക്കും. സോ ഐ ടുക്ക് ഇറ്റ് ആസ് എ ചാൻസ്, ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ എടുത്തിട്ട് പുള്ളിയെടുത്ത് സംസാരിച്ച് ഇപ്പോൾ എൻ്റെ ഇംഗ്ലീഷ് ഭയങ്കര ഫ്ലുവൻ്റ് ആണ്. ആ ഒരു സമയത്ത് ഞാൻ IELTS പഞ്ചാബിൽ പോയത് 2.5 years മുമ്പാണ്. ആ ഒരു സമയത്ത് തൊട്ടേ എൻ്റെ അത്യാവശ്യം ഫ്ലുവൻ്റ് ആയിരുന്നു. അപ്പം അവിടെ IELTS എൻ്റെ ഫ്രണ്ട് വഴിയാണ് അവിടെ. ഞാൻ ചുമ്മാ ചോദിച്ചു, എടാ ഇങ്ങനെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ, ഞാൻ വരട്ടെ പഞ്ചാബിലേക്ക് ഒന്ന് കറങ്ങിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ് പറയാന്ന് പറഞ്ഞു. ഞാൻ ഗോദ സിനിമ തലേ ദിവസം എടാ അവിടെ പാല് പോലെ വെളുത്തിരിക്കുന്ന പെൺകുട്ടികളുണ്ട്. ഓക്കെ ശരി ഇതേ വരുന്നു. ഇല്ല ഇതൊന്നും ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ജോബ് ഓപ്പർച്യൂണിറ്റി വേണം. നേരത്തെ പറഞ്ഞ പോലെ ഞാനിവിടെ കിടന്ന് മെഴുകുകയാണ്, കയ്യിൽ കാശുമില്ല എന്ന് പറഞ്ഞ ഒന്നുമില്ല. അപ്പൊ അവിടെ നിന്ന് മാനേജറെ രാത്രി വിളിച്ചിട്ട് ഞാൻ നോക്കിയപ്പോ ഇത് പ്രാങ്ക് കോൾ ആണോ, ആരും ഇംഗ്ലീഷിൽ ഭയങ്കര സംസാരം. അപ്പൊ ഞാൻ തിരിച്ചും
ഇംഗ്ലീഷിൽ തന്നെ സംസാരിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു സെലക്ടഡ് ആണ്, ഫ്ലൈറ്റ് വേണം ട്രെയിൻ വേണം എന്ന് വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇതുവരെ ഫ്ലൈറ്റ് കയറിയില്ല, അതുകൊണ്ട് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാം, ഇങ്ങോട്ട് പോയിരുന്നു പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ 1 year നിന്നു. ബട്ട് പഞ്ചാബിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഞാൻ വളരെ എന്തൂസിയാസം ഒക്കെ ആയിട്ടാണ് അങ്ങോട്ട് ചെന്നത്. പക്ഷേ ഞാൻ ശരിയാക്കി തരാം. ഇല്ല, എനിക്ക് ടീച്ചിങ്ങിലൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. സ്റ്റുഡൻസ് ഒക്കെ ദേ വർ സോ മച്ച് ഇൻ കമ്പനി വിത്ത് മീ. ബട്ട് അവിടുത്തെ ആളുകളും അവരുടെ ബിഹേവിയറും അവരുടെ ഒരു പാറ്റേണും ഒക്കെ ഉണ്ട്. അത് നമുക്കല്ല, ബേസിക്കലി എനിക്ക് അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ്. ഇപ്പം ഞാനെന്ന് പറഞ്ഞാൽ ഒത്തിരി പൊളൈറ്റ് ആണ്. അപ്പം ഞാനത് എക്സ്പെക്ട് ചെയ്യും, നമ്മളത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും. ഞാൻ വിശ്വസിക്കണം പൊളൈറ്റ് ആണ്. വീഡിയോ കാണാറുണ്ട് എന്നോട്. അല്ല, ഞാൻ ഇന്ററപ്റ്റ് ചെയ്തല്ല, ഞാൻ വിശ്വസിക്കണം എന്ന് പറയാനുള്ള രണ്ടാമത്തെ കാര്യമുണ്ട്. വീഡിയോയിൽ നമ്മൾ കാണുമ്പോൾ വേറൊരാളാണ്. അതാണ് നമ്മൾ സോഷ്യൽ ലോകത്തിന് കൊടുത്തേക്കുന്ന പൊട്ടാസ് ഐഡന്റിറ്റി. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. എന്റെ പേര് വെളിപ്പെടുത്തേണ്ട, എന്നെ അതുപോലെ അറിഞ്ഞാൽ മതി. ക്യാമറക്ക് മുമ്പിൽ വരുമ്പോൾ എനിക്കൊരു ഐഡന്റിറ്റി ഉണ്ട്. സോ അത് വെച്ചിട്ട് എനിക്ക് അറിയണം. എനിക്കൊരു സ്റ്റേജ് നെയിം പോലെ ഞാൻ തന്നെ കൊടുത്തിട്ടുള്ള സംഭവമാണ്. കാരണം നമ്മളെ സ്റ്റേജിൽ കൊണ്ടുപോയി പെർഫോം ചെയ്യിക്കാനൊന്നും അറിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ എനിക്ക് എന്തെങ്കിലും കൊടുത്തേക്കാം എന്ന സംഭവം. അതിനുശേഷം ഈ അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് വന്നു, പഞ്ചാബിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. കാരണം എനിക്ക് അവിടെ നിന്നിട്ട് ഞാൻ ഭയങ്കര ആങ്ഷ്യസ് ആയി തുടങ്ങി. ആങ്സൈറ്റി ഡിസോർഡർ വന്നു. പിന്നെ എനിക്ക് ഓൾറെഡി OCD ഉണ്ട്. അപ്പോ അവിടെ നിന്നിട്ട് ശരിയാവുന്നുണ്ടായിരുന്നില്ല. ആകെ കയ്യിൽ നിന്ന് പോകാൻ തുടങ്ങി. ആൻഡ് ഞാൻ ബിലീവ് ചെയ്യുന്നത് ഐ എം ബോൺ ടു ബി എൻ എന്റർടൈനർ. എൻ്റെ ഒരു ബ്ലഡിലുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ചളിയടിപ്പിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും തമാശ പറഞ്ഞ് ഇങ്ങനെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുക, ഡാൻസ്, പാട്ട്, അഭിനയം, ഇതൊക്കെ ആയിട്ടാണ് എൻ്റെ ഒരു മൈൻഡും എൻ്റെ ഒരു ഹാർട്ടും അതിലേക്കാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ അവിടെ നിന്നിട്ട് എന്റർടൈൻ ചെയ്യാൻ ആരുമില്ല, ഞാനും എന്റർടൈൻഡ് ആവുന്നില്ല, പിന്നെ നമ്മൾ അവിടെ നിന്ന് പോന്നാ മതി. സുരാജിന്റെ ഡയലോഗ്, ഒരു കല്ല് കിട്ടണം കുട്ടിക്ക് എന്റർടൈൻ കിട്ടുന്നില്ലേ, അങ്ങനെ. പിന്നെ എന്നിലെ കോഴി, സത്യം പറഞ്ഞ സായിപ്പും കുഞ്ഞിന്റെ വീഡിയോ കണ്ടപ്പോഴേ ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചു തുടങ്ങിയത്. പിന്നീടാണ് ഞാനിങ്ങനെ ഒരു ഗോപികയിലേക്കൊക്കെ എത്തുന്നത്. ആക്ച്വലി എന്നിലെ കോഴി ഉണർന്നു 2-3 വട്ടം. അല്ല, ഫാമിലി, സ്വന്തം ഫാമിലിയെ കുറിച്ചിട്ടൊന്ന് പറയാൻ പറ്റുമോ? കാരണം ഇങ്ങനെ പഠിച്ചു പോയ മകനെ കുറിച്ച് ഇന്ന് സോഷ്യൽ മീഡിയ കാണുമ്പോൾ അവര് ആക്ച്വലി ഐ ബിലീവ് ദേ ആർ പ്രൗഡ് അറ്റ് എ പോയിന്റ്. പക്ഷെ അവര് ഡിസപ്പോയിന്റഡും ആണ്. കാരണം അവരെന്നെ എക്സ്പെക്ട് ചെയ്തിരുന്നത് ഒന്നെങ്കിൽ ഒരു ഡോക്ടർ ആവും, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആവും, ഒരു അഗ്രികൾച്ചർ ഓഫീസർ ആവും എന്നൊക്കെയാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. അവർക്ക് വേണ്ടിയിരുന്നത് ഒരു വൈറ്റ് കോളർ ജോബാണ്. പക്ഷെ ഞാനങ്ങനെ ആർക്കും വേണ്ടി ജീവിക്കാനല്ല, ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കാനുള്ളതാണ്. സോ ഞാൻ എന്താണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത് അവന്റെ അമ്മയച്ഛനൊക്കെ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു 90s ബാക്കിലുള്ള പേരൻസ് ഇപ്പോ കുറെ കൂടെ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. പെർഫെക്റ്റ് എക്സാമ്പിൾ എന്റെ അമ്മയാണ്. കാരണം അമ്മയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല അത് എന്തുകൊണ്ടാന്ന്. അവരൊക്കെ ഒത്തിരി പഴകിയ ആൾക്കാരാണ്. പക്ഷെ അമ്മക്ക് പെട്ടെന്ന് അത് ഗ്രഹിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, എന്റെ മോൻ ഇതാണ് ആഗ്രഹിക്കുന്നത്, അപ്പൊ അവൻ ആ വഴിക്ക് വിടണം എന്നുള്ളൊരു സംഭവം അമ്മയുടെ ആ ഒരു റെസിപ്രൊക്കേഷൻ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അമ്മ അതിങ്ങോട്ട് പറയാതെ തന്നെ ഓക്കെ അവൻ എവിടെ കിടന്നാലും ജീവിച്ചു പൊക്കോളും, സോ അവന്റെ വഴിക്ക് വിടുന്നതാണ് നല്ലതെന്നുള്ളൊരു സംഭവം അമ്മയുടെ ആ ഒരു തോട്ട് പ്രോസസ്സും അമ്മയുടെ ബിഹേവിയറും എന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ സ്ഫടികം പോലൊരു സിനിമ കണ്ട് തിലകനോട് നമുക്ക് ദേഷ്യം വരുന്നത് എന്തുകൊണ്ടാ? ബിക്കോസ് ഓഫ് ദ എറഗന്റ് ആ ഒരു ക്യാരക്ടറിന്റെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ആ ഒരു കാലത്ത് അങ്ങനെ വളർന്ന ഒരു പേരന്റും കൂടി ഇപ്പൊ അപ്ഗ്രേഡ് ചെയ്ത് വരുന്നുണ്ട്. അതായത് അവരുടെ നെക്സ്റ്റ് തലമുറയിലേക്ക് അത് കൊടുക്കാതെ അവിടെ വെച്ച് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ ട്രോമ അവരുടെ കയ്യിൽ തന്നെ വെച്ചിട്ട് പുതിയ തലമുറയ്ക്ക് അവരുടെ ഫ്രീഡം കൊടുക്കാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഏറ്റവും വലിയ ഞെട്ടലുള്ള കാര്യം അതാണ്. ഞാൻ മെസ്സേജിന്റെ കാര്യം ചോദിച്ചത്. പണ്ട് കാലത്ത് ഒരു പെൺകുട്ടിയുടെ അടുത്ത് പെൺകുട്ടിയുടെ അടുത്ത് ആണുങ്ങൾക്ക്, നമ്മൾ പെൺകുട്ടികൾ ആണുങ്ങളുടെ അടുത്ത് കൂടെ പോയി സംസാരിക്കൂലല്ലോ, സംസാരിക്കാൻ പോയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം വീട്ടിലത് വലിയ പ്രശ്നമായിട്ടായിരിക്കും അറിയുന്നത് അല്ലേ? എന്തുമാത്രം പ്രശ്നമായിട്ട് നടക്കും. ഇപ്പൊ സ്കൂളിലെ പിള്ളേരെയൊക്കെ കാണുമ്പോൾ ഞാൻ എന്ത് ഫ്രീ ആയിട്ടാണല്ലേ, എന്ത് രസമാ. കാരണം ജെൻഡർ ഇല്ല അവിടെ. സൗഹൃദങ്ങൾക്കാവട്ടെ, റിലേഷൻഷിപ്പില്, ഇപ്പം എന്ത് റിലേഷൻഷിപ്പിലായിക്കോട്ടെ, അതിനൊരു ജെൻഡർ ഇല്ല എന്നുള്ളത് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ജെൻഡർ നമ്മളുടെ ഇന്റർവ്യൂ കേൾക്കുമ്പോൾ നമ്മളെയും നാളെ കുറേയിട്ടും പറയുമായിരിക്കും. പക്ഷെ എങ്കിൽ കൂടിയും ആ കുട്ടികളുടെ തലമുറ ഇത് പറഞ്ഞ പോലെ വിഷം ഇട്ടിട്ടില്ല. അതൊരു സൂപ്പർ സാധനമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പേരൻസിന്റെ കാര്യം ചോദിച്ചത്. വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മ, അച്ഛൻ, അനിയൻ,
അപ്പൂപ്പൻ പിന്നെ ചേച്ചി. ഇപ്പൊ ചേച്ചി സൂപ്പർ സൂപ്പർ സൂപ്പർ. അപ്പൊ പെങ്ങളെ കെട്ടിക്കണ്ടേ? കല്യാണാലോചന കൊണ്ടുപോവാ, ആലോചന കൊണ്ടുപോവാ. അതന്നെ പെങ്ങളൊക്കെ തന്നെ കെട്ടിപ്പോക്കോളും. ഇത് ഞാൻ മനഃപൂർവ്വം എന്നെ കെട്ടിക്കാത്താന്ന് പറയാം. ഇവന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി ഇനിയിപ്പോ അങ്ങ് വരെ വരണ്ടേ, കെട്ടിച്ചു വിട്ട് വീട്ടിൽ ഇവര് വരണമല്ലോ. അതുകൊണ്ട് മനഃപൂർവ്വം ഇവൻ കല്യാണം ആലോചിക്കാത്തത് ഇഷ്ടമാണ്. അല്ല, ആ പറഞ്ഞതില് പെങ്ങളെ കെട്ടിക്കാനാണോ ഒരു അനിയൻ എന്നുള്ളൊരു കൺസെപ്റ്റ് അത് മാറണം. കാരണം പെങ്ങൾക്ക് ആഗ്രഹമുണ്ടോ പെങ്ങളെ സ്വന്തം കാലിൽ പെങ്ങളെ കെട്ടിപ്പോക്കോ? ഇനി അത് കാര്യം പറഞ്ഞ് എന്നെ കെട്ടിക്കണ്ട. അതിനാണ് മനസ്സിലായി എനിക്ക്. സോറി സോറി പൊട്ടാസൻ, ഞാനൊരു 90s വസന്തമായി പോയി. അല്ലെ മനുഷ്യനല്ലേ ശരിക്കും പറഞ്ഞത് നിങ്ങൾ രണ്ടൊരു തള്ള വൈബ്. അതെ 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 അതെ, കിട്ടണത് നല്ലത് മേടിച്ചു കൂട്ടുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. എന്നിട്ട് നമ്മള് തള്ളവൈബ്. ഇപ്പൊ നിങ്ങളുടെ മേടിച്ചു കൂട്ടാൻ വേണ്ടി ഞാൻ സന്തോഷം. അല്ല, ഈ എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞല്ലോ, ഇപ്പം എന്റെ താല്പര്യം ഇതാണ്, ആളുകളെ എന്റർടൈൻ ചെയ്യുക, അല്ല സ്റ്റേജ് ചെയ്യുക. ഇത് ചെറുതിലേ ഉണ്ടായിരിക്കാം. ചെറുതിൽ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ചെറുതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരുന്നു. ഞാൻ പാഠപുസ്തകങ്ങൾ ഇങ്ങനെ വായിച്ച് എനിക്ക് ആകെ 54 പിള്ളേർ എന്റെ ക്ലാസ്സിൽ 10ാം ക്ലാസ്സിൽ പഠിച്ചത്. എനിക്ക് ആകെ 2 പേരെ അറിയുള്ളൂ. പിള്ളേർ ഇപ്പോഴും ഉണ്ട്. വേറെ ആരുടെയും പേര് പോലും എനിക്ക് മര്യാദക്ക് അറിയില്ല. അവരിപ്പോഴും ഉണ്ട്. ഇടക്കും പലപ്പോഴും 2 പേരുണ്ടാകെ. വേറെ ആരും ഇവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഗ്രൗണ്ടിൽ പോലും ഇറങ്ങി ഓടിയിട്ടില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. ഇല്ലേടാ? പക്ഷെ ഞാൻ എങ്ങനെ ഇവൻ ഇത്ര എക്സ്ട്രോവേർട്ട് ആയിന്ന് അറിയാൻ പാടില്ല. എന്താണ് അങ്ങനെ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞപ്പം ഞാൻ പഠിച്ച ഒരു ബോയ്സ് സ്കൂളിലാണ്. സോ അവിടെ ഭയങ്കര ബുള്ളിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള. അപ്പം എനിക്ക് എന്താണെന്ന് അറിയില്ല, അത് ഞാൻ എന്നോട് തന്നെ ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, ഞാൻ എങ്ങനെ അത്ര എക്സ്ട്രോവേർട്ടായി മാറി. കാരണം അന്ന് എനിക്ക് കുറെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ അന്ന് ടീച്ചേഴ്സാണ്. ഞാൻ പോയി എന്റെ വിഷമങ്ങൾ പറയുന്നതും എന്റെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യുന്നതും ടീച്ചേഴ്സിന്റെ അടുത്ത്. ഞാൻ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്നതുകൊണ്ട് പിള്ളേരൊക്കെ എന്റെ അടുത്ത് വന്ന് ഡൗട്ട് വയ്ക്കും. അപ്പൊ എനിക്കുള്ളിലൊരു ഈഗോ ഓൾറെഡി ഡെവലപ്ഡ് ആവുന്നുണ്ട്. ഞാൻ ഇവരുടെ അടുത്ത് ക്വസ്റ്റ്യനോ ഡൗട്ടോ ചെന്ന് ചോദിച്ചാൽ ഞാൻ അത്ര പഠിക്കാത്ത ആളാണെന്ന് ചിലപ്പോൾ ഇവര് തിരിച്ചറിയും എന്നുള്ളതുകൊണ്ട് ഞാൻ ആ ടീച്ചേഴ്സിന്റെ അടുത്ത് പോയിട്ട് ഞാൻ എല്ലാവരും ഇരുത്തി പഠിപ്പിക്കും. അങ്ങനത്തെ ഒരു സംഭവം. ഇന്റർവേർട്ട് ആയത് മേ ബി ആ ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് ബോയ്സ് സ്കൂളിൽ പഠിച്ചിട്ട് പെട്ടെന്ന് എനിക്കൊരു ഗേൾസ് ആൻഡ് ബോയ്സിലേക്കുള്ള ഒരു എക്സ്പോഷർ കിട്ടി. അപ്പോ അവര് കുറേ കൂടെ നോൺ ജഡ്ജ്മെന്റലും ആക്സെപ്റ്റിംഗും ആയിരുന്നു ആ ഒരു കാര്യത്തില്. സോ ഞാൻ ആ സമയത്ത് ഹൈലി എക്സ്ട്രോവേർട്ടഡ്. എനിക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ. മേ ബി അത് നമ്മളുടെ ഒരു ലൈഫ് ചേഞ്ചിങ്, നേരത്തെ പറഞ്ഞൊരു ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ആയിരുന്നിരിക്കും. ഞാൻ ആ സ്കൂളിൽ പോയതും പുതിയ സ്കൂളിലേക്ക് വന്നതും പഠിച്ചതും പുതിയ ആൾക്കാരെ കണ്ട് ലൈക്ക് നമ്മൾ അത് അവരായിട്ട് മിങ്കിൾ ആയിരുന്നു. എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഇൻസെക്യൂരിറ്റി ആണ് 10th കഴിഞ്ഞ് +1 +2 പോകുമ്പോൾ പിള്ളേർ എന്നെ അക്സെപ്റ്റ് ചെയ്യോ. ഐ മീൻ ഞാനിങ്ങനെ പഠിക്കുന്നതാണ്, എനിക്ക് ഫ്രണ്ട്സ് ഇല്ല, എന്റെ കുടുംബമാണെങ്കിൽ ഒരു ദാരിദ്ര്യം പിടിച്ച കുടുംബമാണ്. അപ്പം ഇവർ ചെന്ന് കഴിയുമ്പോൾ ഇവരെന്നെ ജഡ്ജ് ചെയ്യോ. ബട്ട് അവരൊക്കെ ചോറ് തുറന്നു വെച്ചാൽ കൈട്ട് വാരി കൊണ്ടുപോകുന്ന പിള്ളേരാ. അപ്പൊ എനിക്ക് മനസ്സിലായോ ഇതൊക്കെ എന്റെ പോലെ തന്നെ എല്ലാം കൂതറാണ്. വരെ കൂതറേനെ ഞാൻ ഉള്ളിൽ അല്ലെ. നീ ദാരിദ്ര്യം പിടിച്ച വീട് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് സാമ്പത്തികം ഇല്ലെങ്കിൽ അത് ദാരിദ്ര്യം എന്നാണോ? ദാരിദ്ര്യം എന്നെ സംബന്ധിച്ചതായിരുന്നു. കാരണം ഭക്ഷണത്തിനൊക്കെ മുട്ടുണ്ടായിരുന്ന സമയത്ത് അതിന് ഞാൻ ദാരിദ്ര്യം എന്ന് വിളിക്കാൻ തന്നെ ആഗ്രഹിക്കുന്നു. അല്ല, അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്. നമ്മൾ ഇപ്പൊ ഞാൻ അങ്ങനെ ദാരിദ്ര്യം പിടിച്ചൊരു വീട്ടിലെ അല്ലെങ്കിൽ ഞാനും ഒരു സാധാ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് തന്നെ വന്ന. അപ്പൊ എന്റെയൊക്കെ ഒരു മൈൻഡ് സെറ്റ് പഠിച്ചു നല്ലൊരു ജോലി. കാരണം ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ജോലി ചെയ്ത് കാശുണ്ടാക്കി കുടുംബം പിന്നീട് നമുക്ക് നോക്കാന്നുള്ളത്. ആ ഒരു മൈൻഡ് സെറ്റിലായിരുന്നു ഈ പഠനം മുഴുവൻ. ഈ പറഞ്ഞ പോലെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പഠിച്ചിട്ടുള്ളത്. എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് എവിടെ ചെന്നാലും ഞാൻ എന്നെ തന്നെ കുറച്ച് കാണരുത്. അല്ലെങ്കിൽ ബാക്കി ഇപ്പൊ ഞാൻ തമാശക്ക് വേണ്ടി എന്നെ തന്നെ ട്രോളാറുണ്ട്, അത് വേറെ. പക്ഷെ നമ്മൾ സീരിയസ് ആയിട്ട് നമ്മളൊരു ഇൻസെക്യൂർഡ് ആയിട്ടും അല്ലെങ്കിൽ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ഒരാളായിട്ട് കാണുന്നതും വ്യത്യാസമുണ്ട്. അപ്പൊ എനിക്കുള്ളിലൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു, ഒരിക്കലും എന്നെ ആൾക്കാരങ്ങനെ കാണാനും പാടില്ല, ഞാൻ ആ രീതിയിൽ നിന്ന് കൊടുക്കാനും പാടില്ല. എന്നെ ജഡ്ജ് ചെയ്യേണ്ടത് ഞാൻ പറയുന്ന രീതിയിലായിരിക്കണം എന്നുള്ളൊരു തോട്ട് എൻ്റെ ഉള്ളിലുണ്ട്. അപ്പൊ അതൊക്കെ ഉള്ളത് കൊണ്ടിട്ടായിരിക്കണം ഈ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസത്തിന് ഞാൻ അത്രയും വാല്യൂ കൊടുത്തത്. പിന്നെ ആ സമയത്ത് ഇതുപോലെ ഈ പറയുന്ന 54 പേരിൽ 52 പേരും ഞാനും, അപ്പൊ 3 ഒഴിച്ച് 51 പേരും എന്നെ അവരൊരു അഡ്മയർ ചെയ്യുന്നുണ്ടോ, ഇവൻ നല്ല പഠിക്കുന്നവനാണ്, ഇവന്റെ അടുത്ത് എത്ര മെസ്സപ്പ് ചെയ്യണ്ടെന്നുള്ളൊരു സംഭവം അവരുടെ. അപ്പം അവരെന്നെ ആ ഒരു വഴിക്ക് വിടും. സോ ഞാൻ എന്റെ ഒരു വേൾഡിലാണെന്ന് ഞാൻ എക്സിസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പഠനം, ഇത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഈ പറഞ്ഞ
ഇപ്പൊ ഈ തുപ്പൽ പൊട്ടാസായി മാറിയപ്പോ ബാക്കി 52 പേര് വിളിക്കാറുണ്ടോ? മെസ്സേജ് എങ്കിലും അയക്കാറുണ്ടോ? 1-2 പേര് വീഡിയോ കാണാറുണ്ട്, ഒന്ന് കെട്ടിപ്പിടിക്കും. മറ്റേ ഓക്കെ നമ്മൾ എവിടെയോ 10ാം ക്ലാസ്സിലുള്ളവരൊക്കെ കെട്ടിപ്പിടിക്കുമ്പോ നീ ഏതാണോ ഈ ഇന്റർവ്യൂ കാണുന്നവരുണ്ടെങ്കിൽ എനിക്ക് പേര് പറഞ്ഞൊരു ഗ്രൂപ്പിൽ ഇവനെ ആഡ് ചെയ്യുക. 10ാം ക്ലാസ്സിന്റെ റീവിഡിയും ഗ്രൂപ്പിൽ ഇവർ ആഡ് ചെയ്യില്ല. ഇല്ല, ഞാൻ ഇറങ്ങിപ്പോരും. ഞാൻ ആ കാര്യത്തിലൊക്കെ ഭയങ്കര റിബല. കാരണം ആ സമയത്ത് നമ്മളെ കൂടെ ചേർക്കാത്തവർ ഇപ്പോഴും വേണ്ട. നമ്മളൊരു പൊസിഷനിൽ എത്തിയിട്ട് നമ്മളെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നത് അത് എനിക്ക് പറ്റുന്ന ഒരു സംഭവം. അല്ല, അത് 2 രീതി വായിച്ചൂടെ? പഠിപ്പികളെ ഞങ്ങൾ ആരും പഠിപ്പിക്കാറില്ല, അത് വേറൊന്നും കൊണ്ടല്ല. അവരെങ്ങാനും പഠിക്കുന്ന വല്ല കാര്യം ചോദിച്ചാൽ നമുക്കറിയില്ല. അവര് മാർക്ക് അല്ല, ഇത് പഠിത്തത്തിന്റെ ബേസിസിലല്ല, നമ്മളുടെ ബിഹേവിയറിന്റെയും ആറ്റിറ്റ്യൂഡിന്റെയും പിന്നെ എന്തൊക്കെയോ അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ട്രോമാസ് ഒക്കെ ആയിരുന്നു. എറണാകുളത്ത് എവിടെയാ വീട്? പള്ളുരുത്തി. പള്ളുരുത്തി. ഓക്കെ ഓക്കെ. ഇപ്പൊ ഈ വീഡിയോസ് ഒക്കെ അമ്മ കണ്ടിട്ട് അതിന്റെ ഇത് വായിക്കാറുണ്ടോ? കമന്റ്സ്? അമ്മ കമന്റ്സ് വായിക്കാറുണ്ടോന്ന് എനിക്കറിയില്ല. അമ്മേന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ അച്ഛൻ വായിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു, ഇവന്റെ കമന്റ് ബോക്സിലോട്ട് കേറാൻ കൊള്ളൂല്ലോ. അമ്മയടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഇവന്റെ കമന്റ് ബോക്സിലോട്ട് കേറാൻ കൊള്ളൂല, എന്തൊരു പിള്ളേരാന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ ഭയങ്കര ഫണ്ണാണ്. അച്ഛൻ അതൊന്നും അത്ര ഹാർട്ടിലേക്ക് എടുക്കുന്ന ടൈപ്പല്ല. അച്ഛൻ അവർക്കറിയാം ഞാനൊരു ഉരുളക്കിഴങ്ങാണ്, ഞാൻ ഏത് കറിയിലിട്ടാലും ആക്കരുടെ രുചി പിടിക്കുമെന്ന് അറിയാം. ഞാൻ എവിടെ ചെന്നാലും ജീവിച്ചു പോകുന്ന അറിയാം. അപ്പൊ അവർക്ക് അങ്ങനെ കെയറിങ് ഇല്ല. പക്ഷെ അനിയന്റെ കാര്യത്തിൽ ഹൈലി കൺസേൺഡ് ആണ് അച്ഛനും അമ്മയും. അവനിങ്ങനെ മുത്തേ പാലേ ചക്കര എന്നൊക്കെയുള്ള രീതിയിൽ കൊണ്ടുനടക്കുള്ളൂ. പക്ഷെ എന്നെ ഇങ്ങനെ അഴിച്ചുവിട്ടേക്കാണ്. എന്റെ അമ്മ യൂട്യൂബിൽ വന്നിട്ട് അമ്മയുടെ പേരുള്ളൊരു ഇതുണ്ട്, യൂട്യൂബ് അക്കൗണ്ട് ഉണ്ടല്ലോ, നല്ല ബോറ്, നല്ല ബോറ് കുത്ത്, അത് കാണും പറയാം. നല്ല ബോറന്നല്ലേ? അല്ല അല്ല, നല്ല രസമാണ്. ഈ പറഞ്ഞ പോലെ അമ്മയിൽ നിന്ന് തന്നെ നമുക്ക് അമ്മ ഭയങ്കര, ഞാൻ ആക്ച്വലി ലക്കിയാണ് അങ്ങനെ ഒരു അമ്മേനെ കിട്ടാൻ. അത്രയും സാക്രിഫൈസ് ചെയ്യുന്ന, അത്രയും വേദന സഹിക്കുന്ന, നമ്മൾക്ക് വേണ്ടി അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുന്ന. എന്തുണ്ടെങ്കിലും ഞാനിപ്പം എവിടെയെങ്കിലും ഒക്കെ പോവാൻ റഷിൽ ഓടി. കഴിഞ്ഞ ദിവസം ഇതുപോലെ എന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ അമ്മ ഒരു കേക്ക് മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അറിയില്ലായിരുന്നു. അമ്മ അത് പറഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷെ എനിക്ക് എന്താ അമ്മേനെ അവിടെ വിഷമിപ്പിച്ച പോലെ തോന്നി. ഞാൻ കുറെ ദേഷ്യപ്പെട്ടു. കാരണം അരമണിക്കൂറിൽ എനിക്ക് പള്ളുരുത്തിന്ന് വൈറ്റിലെത്തണം. അവിടെ നിന്ന് എനിക്ക് ബസ്സാണ് ബാംഗ്ലൂരിന്റെ. അപ്പൊ അമ്മ മേടിച്ച കേക്ക് ഞാൻ സമാധാനത്തോടെ ഒന്ന് മുറിക്കണോ, ബസ്സിലേക്ക് ഓടി കയറണോ? അപ്പം എവിടെയൊക്കെ ഞാൻ വേദനിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഐ എം റിയലി സോറി. ഞാൻ പബ്ലിക് വീഡിയോയിൽ വന്നിട്ട് സോറി പറയാണ്. അമ്മ ഇത് കാണുന്നുണ്ടെങ്കിൽ അമ്മേനെ മനസ്സിലാക്കണം, എന്റെ സിറ്റുവേഷൻ കൊണ്ട് ചെയ്തു പോകുന്നതാണ്. അമ്മമാർക്ക് തള്ള ചവിട്ടിയ പിള്ളക്ക് കേടില്ലെന്ന് പറഞ്ഞാൽ പിള്ള ചവിട്ടിയ തള്ളക്ക് കേടില്ലാണ്ട് വരുമെന്ന് കഴിയുമ്പോ അറിയാം. അല്ല, ഇത് കഴിയുമ്പോ നീ അതായിരുന്നല്ലേടാ. ഇല്ലടാ, ഞാൻ അപ്പൊ തന്നെ പോയി ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത്. അപ്പൊ അമ്മ അങ്ങ് ചിരിക്കും. അമ്മ അതപ്പൊ തന്നെ മറന്നു. അമ്മ അതങ്ങനെ മനസ്സിൽ വെക്കുക ഉണ്ടാവും. ഞാൻ അമ്മയെ തമ്മിൽ വലിയ അടിയാവും. എന്റെ കരിയറിന്റെ കാര്യത്തിലായാലും പഠിക്കുന്നതിന്റെ അതിന്റെ കാര്യത്തിലായാലും ഭയങ്കര അടിയായിരിക്കും. പക്ഷെ 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഞങ്ങള് പുറത്തുള്ളവർ ചോദിക്കും, നിങ്ങൾ അടിയായിരുന്നില്ലേ? അതെന്റെ ക്ലോസ് ഫ്രണ്ട്സിലുള്ള എല്ലായിടത്തും അങ്ങനെ. ഞാൻ ആ ഒരു ഈഗോ ആരുടെ മെയിൻറ്റെയിൻ ചെയ്യില്ല. അത് ഞാൻ പറഞ്ഞു, ഞാൻ പൊളൈറ്റാന്ന് പറയാൻ കാര്യം എന്റെ ക്ലോസ് ഫ്രണ്ട്സിലുള്ളതാണ് ഞാൻ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. ശരിക്കുള്ള ഞാൻ അതാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് പുച്ഛിക്കുന്ന, അഹങ്കരിക്കുന്ന, ജാടയിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ എല്ലാത്തിനെയും വളരെ കൂളായിട്ട് എടുക്കുന്ന ഒരാളായിരിക്കും. അതല്ലാതെ ഒരു ഉണ്ട്. ഇനി ഗോപികയിലേക്ക് ഞാൻ വരാം. ഗോപിക എത്ര നാളായി ഇവിടെ താമസിക്കുന്നത്? ഞാൻ ഓൾമോസ്റ്റ് 5 വർഷമായിട്ട് എറണാകുളത്തുണ്ട്. ഞാനൊരു ഡിസൈനറാണ്. അപ്പൊ മോസ്റ്റ്ലി ഡിസൈനിങ് കണ്ടന്റ്സ് ഒക്കെയാണ് വരാറ്. പൊട്ടാസിന്റെ കൂടെ എത്ര നാളായി? കാരണം 2 കാര്യം ചോദിക്കാനാണ്. പൊട്ടാസിനെ എങ്ങനെ പരിചയപ്പെട്ടു? നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ വന്നു? നിങ്ങളൊരു ബ്രദർ സിസ്റ്റർഹുഡിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു? ശരിയായ ഇംഗ്ലീഷ് അല്ലേ? ബ്രദർഹുഡ് ശരിയായ ഇംഗ്ലീഷ്. ബ്രദർഹുഡ് അത് ശരിയല്ലേ? ബ്രദർ ഹുക്കപ്പ് എന്നൊക്കെ ഭാഷ. ഞാൻ കൂടെ 5 or 6 ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് ഇല്ലെങ്കിൽ ഈ പിള്ളേരുടെ ഒക്കെ ചെവി ഇങ്ങനെ നോട്ടി പിള്ളേരാണ്, നോട്ടിയാണ് അല്ലേ? അതിന് ഞാൻ ചോദിച്ചത് മറുപടിയിലേക്ക് വരും. നമ്മളെ എങ്ങനെ പരിചയപ്പെട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ, ഒരു കോമൺ ഫ്രണ്ട് വഴിയാണ് ഇവൻ എനിക്ക് കിട്ടുന്നത്. അപ്പൊ തൊട്ടിട്ട് എനിക്കൊരു സ്വന്തം ബ്രദറാണ് ഉള്ളത്. എന്റെ കസിൻസും എല്ലാവരും ബ്രദറാണ്. അപ്പോൾ കൂടുതലും എനിക്ക് ആ ഒരു ബ്രദർ സിസ്റ്റർ കോംബോ എന്ന് പറയുന്നത് എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ കൂടുതലും ഈ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ആണല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇവനറിയാം ചേച്ചി ഒരുപാട്
സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പണിയെടുത്തിട്ടാണ് ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എസ്പെഷ്യലി ഒരു ബിസിനസ് ഒറ്റയ്ക്ക് നമ്മുടെ ഒരു പ്രായത്തിൽ സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ ഈ മെട്രോ സിറ്റിയിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കും എന്താണ് എന്താ ചെയ്യുന്നത്, എറണാകുളത്ത് എന്താ ചെയ്യുന്നത്, ബിസിനസ്സോ, പെൺകുട്ടിക്ക് എന്തോ ബിസിനസ്സിന് എന്തിനാ അവിടെ പോയി നിൽക്കുന്നത്, വീട്ടിൽ വന്നൊന്നും ചെയ്താൽ പോരെ. വീട്ടിൽ വന്നൊന്നും ചെയ്യുന്നതല്ലല്ലോ. ഇപ്പോൾ ഒരു ആൺകുട്ടിയാണ് ആ ഒരു ബിസിനസ് ചെയ്യാൻ പുറത്ത് പോകുന്നതെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് വളരെ കുറവായിരിക്കും. ആണോ, ഓക്കെ എന്ന് പറയും. ബട്ട് ഒരു പെൺകുട്ടിയാണെങ്കിൽ ജോലിക്കാണെങ്കിൽ ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് കുറച്ചുകൂടെയൊക്കെ അക്സെപ്റ്റഡ് ആണ്. ബട്ട് ബിസിനസ്സിന് പുറത്തിറങ്ങി വരാമെന്ന് പറയുന്നത് അതെന്താ വീട്ടിൽ ചെയ്തൂടെ, വീട്ടിൽ വേണ്ടത് ചെയ്യാമല്ലോ എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പം ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് എറണാകുളത്ത് ഇങ്ങനെ ഒരു സാധനം സെറ്റ് ചെയ്യുന്നത്. അപ്പം ഇവനറിയാം ഞാൻ എന്തുമാത്രം അതിൻ്റെ പുറകെ കിടക്കുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം ചോദിച്ചു, ചേച്ചി നമുക്ക് കുറച്ച് ട്രാൻസ്ഫോർമേഷൻ വീഡിയോസ് ഒക്കെ ചെയ്താലോ. അപ്പം ഞാൻ പറഞ്ഞ പോടാണീട്ട് എനിക്ക് വയ്യ, ഇതിന്റെ പുറകെ. നിങ്ങൾ ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങിയായിരുന്നു ലൈക്ക് ആ സമയമൊക്കെ കാരണം ആ സമയത്ത് ഞാൻ ഇതുപോലെ സ്പേസ് അന്വേഷിച്ചു തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇതേപോലെ വീഡിയോ ചെയ്യാനൊന്നും ഒരു സ്ഥലത്തും ആരും എന്നെ അങ്ങനെ ഒക്കുപ്പൈ ചെയ്തില്ല. കാരണം ഞാൻ എപ്പോഴും ഒറ്റയ്ക്ക് എക്സിസ്റ്റ് ചെയ്യണം, ഇൻഡിപെൻഡന്റ് ആയിരിക്കണം, എനിക്ക് കുറച്ച് എന്റേതായിട്ടുള്ള തോട്ട്സ് ഒക്കെ ഉള്ള കാരണം എനിക്ക് എന്നും എന്റെ ഒരു സ്പേസ് വേണം. അപ്പൊ നമ്മളൊരാളുടെ അടുത്ത് റൂം ഷെയർ ചെയ്യുമ്പോഴേക്കും അതങ്ങനെ നടക്കാറില്ല. അങ്ങനെ അന്വേഷിച്ച് അവിടെ നിന്ന് കുറെ ഇങ്ങനെ ഇറക്കി വിടൽ, പിന്നെ പകുതി കാരണം നമ്മളെങ്ങും എങ്ങും എത്തുന്നില്ല, ഈ ഒരു പൊസിഷനിലല്ല. എഴുതി തന്നേനായിരുന്നല്ലേ തപ്പി എനിക്ക് സ്ട്രെസ് ആയി. അതുപോലെ ഇവന് എല്ലാ സ്ഥലവും ശരിയാവത്തില്ലല്ലോ. ഇവന് നോയ്സ് റിഡക്ഷൻ ആയിരിക്കണം, പിന്നെ നല്ല കംഫർട്ട് ആയിരിക്കണം, നല്ല സ്പേസ് ആയിരിക്കണം. അപ്പം കാണുന്ന ഇടമൊന്നും ഇവന് ഇഷ്ടപ്പെടില്ല. അപ്പൊ എനിക്ക് മെസ്സേജ് ചേച്ചി എനിക്ക് സ്പേസിന്റെ പ്രശ്നമുണ്ട്, അതാണ്. അപ്പൊ അതിന് മുന്നേ നമുക്ക് അറിയാം, തമ്മിൽ നന്നായിട്ട് അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു എടാ ഒരു കാര്യം ചെയ്യ്, ഞാൻ പറയട്ടെ, ചേച്ചി എന്ന് പറയുമ്പോൾ ന്യൂട്രലായിട്ട് പറയുള്ളൂ. ഞാൻ പറയാം, ചേച്ചി ഒരു സ്ത്രീയും പെട്ടെന്നൊരു ആൺകുട്ടിക്ക് കൊടുക്കാത്തൊരു സംഭവമാണ് എനിക്ക് തന്നത്. ആൻഡ് ഐ എം റിയലി ഗ്ലാഡ്, ഐ താങ്ക് യു ഫോർ ദാറ്റ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ 3 സ്ത്രീകളാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവിടെ ഒരു ആൺകുട്ടിയുടെ അടുത്ത് വന്നിട്ട് നീ വീഡിയോ ചെയ്തോ, മോൻ ഇതാണോ വേണ്ടത്, മോന് വീഡിയോ ചെയ്യണല്ലേ, മോന് പച്ച പിടിക്കണം, മോൻ വന്നോ, മോൻ ചെയ്തോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു സംഭവം എപ്പോഴും എന്റെ മൈൻഡിൽ കിടക്കുന്നുണ്ട്. അപ്പൊ അതാണ് എനിക്ക് ആ ഒരു നന്ദി പ്രണയത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഞാൻ ചേച്ചിയുടെ വീഡിയോസിലിട്ട്. കാരണം ഞാൻ കറിയില്ല എന്തായാലും അപ്പൊ സ്പേസിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഞാനിപ്പോ എടുത്തിരിക്കുന്ന വീട്ടില് നീ വന്നൊരു വീഡിയോ ചെയ്യുന്നു പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കാൻ പോകില്ല, നീ വന്നെടുത്തോ, നീ രാവിലെ വന്ന് എടുത്തിട്ട്. പറഞ്ഞു ചേച്ചി ഞാൻ രാവിലെ വന്നിട്ട് വൈകുന്നേരം പൊക്കോളാം, അല്ലെങ്കിൽ 2-3 മണിക്കൂർ ഇത്ര വീഡിയോ എടുത്തു. ഞാൻ നീ വന്നെടുത്തോടാ. കാരണം അവിടെ ഞാൻ എന്താണ് ഡിസൈൻ ചെയ്യുന്ന ഏരിയ ആണ്, ഡിസൈൻ ചെയ്യുന്നു, താമസിക്കുന്നു എന്നൊക്കെ ഉള്ളതാണ്. അപ്പം അങ്ങനെയാണ് ഇവൻ അവിടെ വരുന്നത്. അപ്പൊ അവൻ സ്ഥിരം കാണുവാണ് ഞാൻ ഇതിന്റെ പുറകെ ഓടുന്നത്, ഇങ്ങനെ ചെയ്യുന്നത്, റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം എന്നോട് ചോദിച്ചു ചേച്ചി ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യാവോ, നമുക്കൊരു വീഡിയോ ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു എടാ അതൊക്കെ ബുദ്ധിമുട്ടാണ് അങ്ങനെ. പിന്നെ ഇവനാണ് എന്നെ ഇങ്ങനെ പ്രഷർ ചെയ്ത് ഇല്ല ചേച്ചി വാ, ചേച്ചി ഡിസൈൻസ് ഒക്കെ ആൾക്കാർ കാണും, വാ നമുക്ക് കുറച്ച് ട്രാൻസിഷൻ വീഡിയോ ഒക്കെ ചെയ്യാം. എനിക്കിതിൻ്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിന്ന് സംസാരിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ അഭിനയിക്കാനൊന്നും വളരെ മീൻസ് അങ്ങനെയൊന്നും അറിഞ്ഞൂടാ. അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെങ്കിലും വീഡിയോയുടെ മുന്നിൽ ഇങ്ങനെയൊന്നും അഭിനയിക്കാറുണ്ട്. അപ്പോൾ ഇവനാണ് എന്നെ പുഷ് ചെയ്തിട്ട് എൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഇത് പുറത്തോട്ട് കൊണ്ടുവന്നത്. അങ്ങനെയാണ് ആ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ തുടങ്ങുന്നതും സ്റ്റാർട്ട് ചെയ്യുന്നതും പിന്നെ നമ്മളത് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നു. അപ്പം ആദ്യത്തെയൊക്കെ എന്താണ് വീഡിയോ ഇറങ്ങുന്ന സമയത്താണ് കുറച്ച് ബാഡ് കമൻസ് ഒക്കെ ഭയങ്കരമായിട്ട് വന്നു. അപ്പോൾ ഇവനറിയാം എനിക്കത് ഹേർട്ട് ആവുന്നുണ്ട്, പക്ഷെ ഞാൻ മിണ്ടാതിരിക്കുന്നതാണ്. അപ്പോഴാണ് ഇവനൊരു റിയാക്ഷൻ വീഡിയോ ഇടുന്നത്. അതാണ് പോയിട്ട് വലുതായിട്ട് അതില്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു കണ്ട ഏതോ ഒരുത്തൻ ഫേസ്ലെസ് ആയിട്ടുള്ള ഒരാൾ പറയുന്നിട്ടിട്ട് എൻ്റെ കഴിവിനെയും ഞാൻ ബ്രദറായിട്ട് കാണുന്ന ഒരാളെയും നമ്മുടെ ഒരു അറ്റ്മോസ്ഫിയറിനും ഞാൻ എന്തിനു മാറ്റണം, ഞാൻ എന്തിനു വീഡിയോ ചെയ്യാതിരിക്കണം. അതാണ് ദേഷ്യം വന്നിട്ട് പിന്നെ അത് എടാ നമുക്ക് നെക്സ്റ്റ് വീഡിയോ റെഡിയാക്കാം ചേച്ചി, ഇപ്പം ഡ്രസ്സ് റെഡിയാക്കാം, 2 ദിവസം മതി റെഡിയാക്കാം. അങ്ങനെയാണ് പിന്നെ ഡ്രസ്സസ് എല്ലാം റെഡിയാക്കി നമ്മൾ ചെയ്യുന്നത്. ആൾക്കാർ കാണുമ്പോൾ അതൊരു ട്രാൻസിഷൻ വീഡിയോ ആണ്. പക്ഷെ ആ ട്രാൻസിഷൻ വീഡിയോയിൽ ഡ്രസ് കോഡ്, അതിൻ്റെ ഇതെന്താണ് ഓർണമെന്റ്സ്, അതിൻ്റെ ഡിസൈൻസ്, അതിൻ്റെ ഹെയർ എല്ലാം നോക്കിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5-6 ദിവസത്തെ പണിയാണ് 30 സെക്കൻഡായിട്ട് നിങ്ങൾ കാണുന്നത്. അതിൻ്റെ താഴെ വന്നിട്ട് ഇങ്ങനെ ബാഡ് കമൻസ് ഇടുന്ന ആൾക്കാർക്ക് അറിഞ്ഞുകൂടാ അതിൻ്റെ പുറകിൽ നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. നമ്മളൊരു വീഡിയോ എടുത്ത് തീരാൻ മിനിമം 5 മണിക്കൂറാണ് എടുക്കുന്നത്, മിനിമം 5 hours. ചില സമയത്ത് വൈകുന്നേരം 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് രാത്രി 1 മണി വരെ നമ്മൾ ആ റീഷൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും. കാരണം ട്രാൻസിഷൻ ശരിയാവില്ല. ഇവൻ കറക്കൊക്കെ എടുക്കുമ്പം
എനിക്ക് ചിരി വരും, റൊമാൻറ്റിക് ലുക്ക് വരണമല്ലോ. ചേച്ചി റൊമാൻറ്റിക് നോക്ക്, റൊമാൻറ്റിക് നോക്ക്. ഇവിടെ റൊമാൻറ്റിക് വരണില്ല ചേച്ചി ഇങ്ങനെ തരും. മുടിയൊക്കെ ഇങ്ങനെ ഇടുമ്പോഴേക്കും അവന്റെ മൂക്കിൽ കയറി പോകും. ഇങ്ങനെയല്ല, ഇങ്ങനെ ഇട്. പക്ഷെ അത് ബ്ലൂപ്പേഴ്സ് ആയിട്ട് നമുക്ക് ഉപകാരപ്പെടും. ചേച്ചിക്ക് ഇതേപോലെ വയ്യ, വർക്കിന്റെ സ്ട്രെസ് ഉണ്ട്, പിന്നെ വർക്ക് ഒരു സ്ഥലത്തോട്ട് പോകണം, കാരണം കംപ്ലൈന്റ്സ് വരരുതല്ലോ. അതിന്റെ കൂടെ ട്രാൻസാക്ഷൻ ചെയ്യണം, പിന്നെ വീട്ടിലെ പണികൾ അത്രയും ചെയ്യണം. അപ്പൊ അതൊക്കെ ആകുമ്പോഴത്തേക്കും എന്താണ് ആ ഒരു ടെൻഷനും പ്രശ്നമൊക്കെ വരാറുണ്ട്. നിങ്ങളുടെ ഈ കഥ ഞാൻ ഇത്രയും കേട്ടു. ഇനി എന്നിലെ കമന്റ് ചെയ്യുന്ന ആൾ ഉണർന്നു. എന്നിലെ കമന്റ് ഞാനിപ്പോ നിങ്ങളുടെ വീഡിയോ കാണുമോ? ഓക്കെ, ഇതൊക്കെ 5 മണിക്കൂർ 50 മണിക്കൂർ 30 നമ്മുടെ 6 മണി തൊട്ട് രാത്രി 1 മണി വരെ ഇരുന്നു. ഇതൊക്കെ എന്തിനു ഞങ്ങളോട് പറയുന്നത്? ഇതിന്റെ കാശ് ഞങ്ങൾക്ക് തരുന്നുണ്ടോ? ലൈക്ക് ഷെയർ എങ്ങനെയാ വരുന്നത്? അല്ല, ഞാനൊരു കമന്ററായി എനിക്ക് ഫേക്ക് ഐഡി ഇല്ല കേട്ടോ. മനസ്സിലാവുന്നുണ്ട്. അതിൽ 2 പോയിന്റ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ എന്തെങ്കിലും വീഡിയോ, അതിപ്പോ ഇത് മാത്രമല്ല, ട്രാവൽ വ്ളോഗ്സ് ആണെങ്കിലും കുട്ടികൾ എന്തെങ്കിലും ചെയ്യുന്നതാണെങ്കിലും വലിയ ആൾക്കാർ എന്തെങ്കിലും ചെയ്യുന്നതാണെങ്കിലും താഴെ പോയി നോക്കിയാൽ മതി. നമ്മൾ എന്തെങ്കിലും നെഗറ്റീവ് പറയുമ്പോൾ മാത്രമാണ് നമ്മളെന്തോ വലിയ ആള് എന്ന് ഇവരുടെ മനസ്സിലുണ്ട്. ഞാനെന്തോ തഗ്ഗടിച്ചു, ഞാനെന്തോ വലിയ ആളാണ്, എനിക്കിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഉള്ളത്. അത് പണ്ട് തൊട്ടേ നമ്മുടെ നാട്ടിലുണ്ട്. ചേച്ചി ശ്രദ്ധിച്ചിരുന്ന എനിക്കറിയാൻ പാടില്ല, വലിയ സംഭവമാണ് എന്നൊക്കെ ഉള്ളൊരു. ഞാൻ എന്റെ ഇന്റർവ്യൂവിന്റെ സെക്കൻഡ് പാർട്ട് അടുത്ത് വരുന്നുണ്ട്. അപ്പൊ അതൊരു സംഭവം, നമ്മൾ വലിയ ആൾക്കാരാണെന്ന് കാണിക്കാനുള്ള ഒരിത്. പിന്നെ രണ്ടാമത് ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇതേപോലെ ആൾക്കാർ വന്ന് വേറെ കമന്റ് ഇടും എന്ന് വിചാരിച്ച് ഇതിനെയൊക്കെ അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു കമന്റ്. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പേഴ്സണലി എനിക്ക് തോന്നിയ 2 കാര്യം. ശ്രദ്ധിക്കൂ കുട്ടി, നെഗറ്റീവ് കമന്റ് ആണ് ഒരു വീഡിയോക്ക് റീച്ച് ഉണ്ടാക്കി. എപ്പോഴും പറയും ചേച്ചി ഇവൻ കമന്റ് വായിക്കാറില്ല, ഞാൻ വായിക്കും. ചേച്ചി എല്ലാം വായിച്ചിട്ട് സങ്കടപ്പെട്ടിരിക്കാറില്ല. എനിക്ക് സമയമില്ല. ഞാൻ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വീഡിയോ എന്ത്, നാളെ ഡെയിലി പോസ്റ്റ് ചെയ്യുന്ന ആളാ, നാളെ എന്ത് എന്നുള്ള തോട്ടിലേക്ക് ഞാൻ പോകും. അവര് കമന്റ് ഇടാതെ തന്നെ ബാധിക്കുന്ന കാര്യമൊന്നുമല്ല. ഇനി നമുക്ക് പൊട്ടാസെ, ഇപ്പൊ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ ചെയ്തു തുടങ്ങിയെന്ന് പറഞ്ഞാൽ സന്തോഷിക്കാൻ വേണ്ടിയിട്ടാ വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞാൽ സന്തോഷം, അല്ലെങ്കിൽ എനിക്ക് ആക്ട് ചെയ്യാനാണെന്ന് ആദ്യം പറഞ്ഞില്ലേ, ആ ഒരു സന്തോഷം. ആദ്യത്തേതൊക്കെ ആക്ടിങ് ആയിരുന്നു. ആദ്യം കുറെ വീഡിയോസ് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് എന്താ പിന്നെ തോന്നിയത്? ഞാനങ്ങനെ ജീവിക്കാന്നോ? അതെന്നെ സംബന്ധിച്ച് അത് വലിയൊരു ചലഞ്ചായിരുന്നു. കാരണം സോഷ്യൽ മീഡിയയിൽ ഞാൻ ക്രൂശിക്കപ്പെടുന്നത് ഒരു സ്ഥലത്ത്, അതുപോലെ തന്നെ അത് ആക്ട് ചെയ്ത് ഫലിപ്പിക്കേണ്ടത് വേറൊരു സ്ഥലത്ത്. പിന്നെ എനിക്കൊരു റെക്കഗ്നിഷൻ വേണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറെ ആളുകൾക്ക് ഇൻസ്പിറേഷൻ ആവാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും വലിയൊരു വട്ടപൂജ്യത്തിൽ നിന്ന് വന്നത്. എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആയാലും, എൻ്റെ ബാങ്ക് ബാലൻസ് ആയാലും, എൻ്റെ കഴിവുകളായാലും. ഞാൻ പാട്ട് പാടില്ലായിരുന്നു, ഡാൻസ് കളിക്കില്ലായിരുന്നു, ഞാൻ ക്യാമറയുടെ മുമ്പിൽ നിൽക്കില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ല ഇൻട്രോവേർട്ടാണ്. ക്യാമറ വന്നു കഴിഞ്ഞാൽ ഫോൺ എടുത്ത് ആരെങ്കിലും സെൽഫി, നമുക്ക് അന്ന് സെൽഫി ഇല്ല, തിരിച്ചൊക്കെ പിടിച്ചെടുക്കുന്നത്, ഞാൻ നിൽക്കില്ലായിരുന്നു. എനിക്ക് അത്രയും ഭയവും വെറുപ്പുള്ളൊരു സംഭവം ഉണ്ടായിരുന്നില്ല. എന്നെ ക്യാമറയുടെ മുമ്പിൽ കാണുന്നത് എനിക്ക് അത്ര ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ ഞാൻ ഇത്രയും, കാരണം ആ ഒരു പോയിന്റിൽ എനിക്ക് മനസ്സിലായി എന്തോ ലൈക്ക് ഞാൻ ഇതിൽ നിന്ന് വരണം, എനിക്കൊരു ഇൻസ്പിറേഷൻ ആവണം. കാരണം ഇതൊന്നും ഞാൻ ആർക്കും പറഞ്ഞിട്ടില്ല. ബട്ട് ആൾക്കാർക്ക് എവിടെയെങ്കിലൊക്കെ മനസ്സിലാവും, ഓക്കെ ഇവൻ എന്തൊക്കെയോ ട്രൈ ചെയ്യുന്നുണ്ട്, ഇവൻ എന്തൊക്കെയോ സമൂഹത്തിന് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. വീഡിയോ കണ്ടിട്ടാ എന്റെ വീഡിയോ അല്ല, ഞാൻ പറയാം, ചേച്ചിക്കോ ആയിരിക്കുന്ന ചേട്ടനോ അങ്ങനെ ഒരു നൈറ്റി ഇട്ട് വെച്ച് അത്രയും വലിയ ബൂബീസ് വെച്ച് നിങ്ങൾക്ക് വൾഗർ ആയിട്ടുള്ള ജോക്സ് നിങ്ങൾക്ക് വന്നിട്ട് പറയാൻ പറ്റുമോ? പറ്റില്ല. ഗട്സ് വേണം. സോ ഗട്സ് എനിക്കുണ്ട് അല്ലേ? സോ അതിലൊരു ബിലീഫ്, അതിലൊരു വിശ്വാസം എനിക്കുണ്ട്. അല്ല, അതിന് 2 രീതി വായിക്കണം. അതിലൊരു ഗട്സ് ഉണ്ട് എന്ന് പറഞ്ഞു, അതൊന്നും ബോഡി ഷേമിംഗ് ആണ് ഫുള്ളി. ഓക്കെ, 2 നിനക്ക് ആളാവാൻ വേണ്ടി നീ കണ്ടന്റ് ഉണ്ടാക്കുന്നതാണ്. നിന്റെ മുന്നേ കാര്യങ്ങൾ, അതായത് പൊട്ടാസിന് നിന്നെ എന്ന് പറഞ്ഞാൽ പൊട്ടാസിന് മുന്നേ ഞങ്ങൾക്ക് അറിയില്ല. പൊട്ടാസ് എന്റെ അടുത്ത് നിന്ന് സംസാരിക്കുമ്പോഴാണ് ഇൻട്രോവേർട്ട് ആണ് എന്ന് പറയുന്നത്. ഇപ്പൊ ഗോപികയ്ക്ക് അറിയാം, ഇതുപോലെ ഒരു 5 സുഹൃത്തുക്കൾക്ക് അറിയാം. വീഡിയോ കാണുന്നവർക്ക് എഴുതി വെക്കാൻ പറ്റുമോ ഞാൻ ഇൻട്രോവേർട്ട് ആണ്, അതുകൊണ്ടാണ് ഞാൻ മാമിയെ ചെയ്തതെന്ന് പറയാൻ പറ്റില്ല. സോ ഇൻസ്പിറേഷൻ ആവണമെങ്കിൽ വി വാണ്ട് ടു, എന്താ പറയാ, നമ്മളത് തുറന്നു പറയണം. ഇൻസ്പിറേഷൻ ചേച്ചി പറഞ്ഞ വാക്യത്തിൽ നിന്ന് ക്ലിയർ ആണ്. നമ്മൾ ഇതേപോലെ ഇരുന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു സ്പേസ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയാണ്
ഞാൻ അത്രയും ഇരുന്നത്. ഇപ്പൊ പക്ഷെ ഞാനിവിടെ വന്നിരുന്നെങ്കിൽ ഐ എം ട്രൂലി ആൻ ഇൻസ്പിറേഷൻ. ഇപ്പൊ കറക്റ്റ് ഇല്ല പിള്ളേച്ച നോണ പറയാ അല്ല ഇപ്പൊ കറക്റ്റ് പറഞ്ഞിട്ട് ബോഡി ഞാനത് ശരിക്കും ഇവനും ഉപയോഗിച്ചത് മലയാളികളുടെ ആ നെഗറ്റീവ് തോട്ടിനെ തന്നെ. കാരണം എന്റെ വീഡിയോസ് ഓടിക്കേറാൻ കാരണം ചേച്ചി വന്നത്, പിന്നെ ചേച്ചി ഈസ് കൺസിഡേർഡ് ആസ് ആൻ ഒബ്ജക്ട് ഇൻ ദി സൊസൈറ്റി. ചേച്ചീനെ അത്രയും ഒബ്ജക്ടിഫൈ ചെയ്യുന്നത് കൊണ്ടാണ്. ചേച്ചി ഐ എം റിയലി സോറി ടു സേ ദാറ്റ്, ബട്ട് ചേച്ചീനെ അത്രയും നമ്മുടെ സമൂഹം ഒരു സ്ത്രീയെ എത്രത്തോളം ഒബ്ജക്ടിഫൈ ചെയ്യാൻ പറ്റും, അവൾ ഏത് തരം വസ്ത്രം ഇട്ടാലും അതിന് എത്രത്തോളം ഒബ്ജക്ടിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടിട്ടാണ് എന്റെ വീഡിയോ ഇത്രയും ഓടിക്കേറാൻ പറ്റിയത്. അല്ലെ ഇപ്പൊ ഞാനും വേറൊരു ചെക്കനും കൂടി ആണെങ്കിൽ ഇത്രയും വരില്ല, നമ്മൾ ഇത്രയും ഒബ്ജക്ടിഫൈഡ് ആവില്ല, ഇത്രയും റീച്ച് നമുക്ക് പോവില്ല. പക്ഷെ ചേച്ചി വന്നു, ചേച്ചി ക്ലീവേജ് പോലും കാണിക്കണ്ട, യൂഷ്വലി ഇടുന്നതിൽ നിന്നും ഒരിത്തിരി ഇറക്കം ഇവിടെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് പോക്കേഴ്സാണ് എന്നുള്ള തോട്ട് ചേച്ചി അനിയനാണെന്ന് പറഞ്ഞു. നിങ്ങളുടെ ഫസ്റ്റ് ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ അങ്ങനെ അല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഉള്ള കമന്റ്സും വേറെ നമ്മളിതെല്ലാം ഫേസ് ചെയ്യാൻ റെഡി ആയി തന്നെ നിൽക്കുന്നത്. ആൻഡ് ഇതിൽ എന്നെ സംബന്ധിച്ച് എന്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഇതൊന്നും എനിക്കൊന്നും ഒന്നുമല്ല, ഇതൊന്നും ഫേസ് ചെയ്യാൻ. കാരണം ലൈഫിൽ നിന്ന് ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്ത് വന്നതാണ്. നമുക്ക് ആ സ്ട്രഗിളിനൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതൊക്കെ അയ്യോ എന്റെ ചാനലായതുകൊണ്ട് ഇത്രയും പറഞ്ഞു. ഇവന്റെ സ്വന്തം വീഡിയോ അല്ല വേറെ പറയത്തില്ലേ. അല്ല നമ്മളും ഈ പറയുന്ന പോലെ ആ തെറി അല്ലെങ്കിൽ ആ ഭാഷ, ഇപ്പം നാഗച്ചേച്ചി നാഗസൈരന്തിരി ഉപയോഗിക്കുന്ന ഭാഷ പലപ്പോഴും അതൊരു ചെറുത്തുനിൽപ്പിന്റെയും കൂടെ ഭാഷയാണ്. അത് സോഷ്യൽ മീഡിയ വന്നപ്പോഴാണ് അത് പബ്ലിക് ആയിട്ട് അറിയുന്നത്. അല്ലെങ്കിൽ അവരുടെ കൂടെ പറയുന്ന കമന്റ്സിന് ശരിക്കും പറഞ്ഞാൽ അവര് കുറച്ച് മാന്യമായിട്ടാണ് ഇപ്പൊ റിപ്ലൈ കൊടുക്കുന്നതെന്നാണ് എന്റെ ഒരു വിശ്വാസം. അല്ലെ, എന്തുമാത്രം വൃത്തിയോടെ അവരോട് ചോദിക്കുന്നത്. അത് ഇവരുടെ മാനസിക വൈകല്യം അല്ലേ. അത് നമുക്ക് ആ ചേച്ചി മാത്രം കുറ്റം പറയാൻ പറ്റില്ല, നമ്മുടെ സൊസൈറ്റിയുടെ കുഴപ്പമാണ്. അല്ല ജഡ്ജ്മെന്റൽ ഈ സൊസൈറ്റി അങ്ങനെയാണ്. അപ്പൊ അപ്പൊ ഇവരെല്ലാം പറയുന്നത് നിങ്ങളുടെ പരസ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തിനു ഞങ്ങളെ കാണിക്കുന്നത്. എന്നാ ഞാൻ പറയും, ചെയ്താൽ നമ്മളിങ്ങനെ പറയും നമ്മുടെ നെറ്റാണ് നമ്മുടെ ഫോണാണ് അപ്പൊ നമ്മൾ പറയും. അങ്ങനെ തന്നെ പറയും. നിങ്ങൾ പറയണം, നിങ്ങളെ ഞങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാം. ശരിക്കും പറഞ്ഞാൽ ഇവന്റെ മോട്ടീവ് അങ്ങനെയാണ്. പറയട്ടെ ചേച്ചി പ്രമോഷന്റെ കാര്യം പറയുമ്പോ ഇപ്പൊ അത്യാവശ്യം കൊളാബ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലേ. കൊളാബ്സ് വരുന്നുണ്ട്. എന്താ ദൈവം സഹായിച്ച് ഞാനൊന്ന് ഒതുങ്ങിയുകൊണ്ട് ആ മാമിനെ ചെയ്തോണ്ടിരുന്നപ്പം വരില്ലായിരുന്നു. കാരണം ബ്രാൻഡ്സ് പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ സെക്സ് പ്രൊമോട്ട് ചെയ്യാം. ആക്ച്വലി അതൊരു ക്യാരക്ടറാണ്, അത് ആർക്കും അങ്ങനെ എടുക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെല്ലാരും ജഡ്ജ്മെന്റൽ ആണ്. പക്ഷെ അത് നമ്മൾ ഏത് രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ ജഡ്ജ്മെന്റൽ ആണോ അല്ലയോ എന്ന് ബാക്കിയുള്ളവർ നമ്മളെ ജഡ്ജ് ചെയ്യുന്നത്. മനസ്സിലായോ? അതെ, സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് ഒരു ഡോക്ടർ, ഒരു ഗൈനക്കോളജിസ്റ്റോ അത് സംബന്ധമായിട്ടുള്ള ഡോക്ടർ വന്നിട്ട് ഈ കാര്യം പറഞ്ഞാൽ ഓക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ബിക്കോസ് ഒരു ഡോക്ടറാണ്. ഒരു ഡോക്ടർ പട്ടവും ഇല്ലാത്ത ഒരാൾ വന്നിട്ട് ഞങ്ങളെ പഠിപ്പിക്കണ്ട, ഞങ്ങൾ മലയാളി അംഗീകരിക്കില്ല, നമുക്ക് എല്ലാം അറിയാം, നിങ്ങൾ നമ്മളെ പഠിപ്പിക്കണ്ട. അതാണ് സിമ്പിൾ ആണ്. പണ്ട് ഈ രഞ്ജിനി ഹരിദാസ് ഒക്കെ വരുമ്പോ ആർക്കും ഇഷ്ടമല്ലായിരുന്നു അവരുടെ. പക്ഷെ ഇന്ന് പുതിയ ആൾക്കാരെ വരുമ്പോ അവരുടെ വാല്യൂ നമുക്ക് ആ സമയത്ത് മനസ്സിലാവുന്നുണ്ട്. ആ ഒരു ഇൻഫർമേഷൻ സമൂഹത്തിൽ സംസാരിക്കുന്ന പെണ്ണുങ്ങളോട് അങ്ങനെ ആളുകൾക്ക് ബുദ്ധിമുട്ടാണ് അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പോരാത്തതിന് അങ്ങനെ സംസാരിക്കുന്ന പെണ്ണുങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്ന ആണുങ്ങളെ അവരെ പിന്നെ പെൺകോന്തനാണ്, പെണ്ണാണ്, അങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറയും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ നാട്ടില് ആ സ്ഥലത്ത് ആദ്യമായിട്ട് ലിപ്സ്റ്റിക് ഇട്ടിട്ട്, മീൻസ് ലിപ്സ്റ്റിക് കുറച്ച് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ കോളേജിലൊക്കെ പോയി തുടങ്ങിയ ആള് ഞാനാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓ എൻ്റെ പൊന്നോ പറയണ്ട ഇനി. അപ്പം അമ്മ ഇങ്ങനെ വന്ന് പറയും, മാളു കളർ കുറച്ചിട്ടോ, അല്ലെങ്കിൽ അവിടെ നിന്ന് ആൾക്കാർ ഇത് പറയും. പിന്നെ ആ സമയത്ത് ഓർമ്മയുണ്ടോ ചേച്ചി, മറ്റേ നമ്മുടെ ലെഗിങ്സും ടോപ്പ് മാത്രമായിട്ട് ഇറങ്ങിയ ഒരു ടൈം ഉണ്ടല്ലോ, ലെഗിങ്സ് ഇറങ്ങി വന്ന സമയത്ത്. അപ്പം ലെഗിങ്സ് ഒക്കെ ഇട്ടിട്ട് പുറത്ത് പോവാന്ന് പറയുന്നത് എൻ്റെ പൊന്നോ ഒരു വലിയ അപരാധമാണ്. അമ്മച്ചിമാര് പറയുന്നു സത്യം. ഒരുപാട് ബുള്ളിങ്ങിലൂടെ അത് നമ്മളുണ്ടല്ലോ, ഞങ്ങള് ചെറുത്ത് നിന്ന് എങ്ങനെയാണെന്നറിയോ, ഞങ്ങൾ ഇനി ഇടൂന്ന് പറഞ്ഞിട്ടാണ് കുറെ ആളുകൾ അതില് ഒതുങ്ങിയിട്ട്. അതുപോലെ അപ്പൊ എന്താ പറ്റിയെന്നറിയോ, ഞാൻ എന്നാൽ ലിപ്സ്റ്റിക് ഇട്ട് തുടങ്ങി. ഇപ്പൊ എന്റെ വീടിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു കുഞ്ഞു കടയുണ്ട്, നമുക്ക് ഫ്രണ്ടിൽ ഇങ്ങനെ ഇറങ്ങി നിന്ന് കഴിഞ്ഞാല് പോകുന്ന വരുന്ന എല്ലാ പിള്ളേരും ലിപ്സ്റ്റിക് ഇട്ടിരിക്കുന്നത്. ഞാനൊരു ട്യൂഷൻ ടീച്ചർ കൂടിയായിരുന്നു. അപ്പോൾ എനിക്ക് കൂടുതലും സ്റ്റുഡൻസ് കൊച്ചു പെൺപിള്ളേരും ആൺകുട്ടികളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഈ കുഞ്ഞ് ആൺപിള്ളേർ വന്ന് എൻ്റെ വീഡിയോയുടെ താഴെ വൾഗറായിട്ട് കമൻറ്റ് ഇടുമ്പോൾ കുറച്ച് വേദന വരുന്നത്. കാരണം എൻ്റെ സ്റ്റുഡൻസ് ആവാനുള്ളൊരു പ്രായം മാത്രമേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. അത് ഫസ്റ്റ്. അപ്പോൾ ഈ കുട്ടികൾ എനിക്ക് ഇപ്പോഴും മെസ്സേജ് ചെയ്യും, ചേച്ചി അന്ന് ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് ഇപ്പം നമുക്ക് ലിപ്സ്റ്റിക് ഇടാൻ നല്ല സുഖമുണ്ട്, ഇപ്പം ആരും പറയും. ഞാൻ പറഞ്ഞ ആടി എന്നെയല്ലേ എല്ലാവരും തെറി പറഞ്ഞത്, നിനക്ക് കഴിച്ചിട്ട്. അതിനുശേഷമാണ് നമ്മൾ മറ്റേ ഇമി
നീ സോങ്ങില് ഒരു ട്രാൻസിഷൻ ചെയ്ത ഒരു ഗോൾഡൻ ഞാൻ കളറിലുള്ള ടോപ്പ്. കണ്ടിരുന്നു. അപ്പം ആ ഗോൾഡൻ കളറിലെ ടോപ്പ് ഇട്ടുന്ന സമയത്തും ട്യൂഷന്റെ പിള്ളേർ വിളിക്കും, ചേച്ചി ഓ ഇനി ചേച്ചിക്ക് തെറി വിളി കേട്ട് കുറച്ച് കഴിയുമ്പോൾ ഇനി നമുക്കും ഇതേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് പുറത്തിറങ്ങാം അല്ലേ. അതായത് തുടക്കം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് എന്റെ ജോലിയാണെങ്കിൽ ഞാനത് ഉണ്ടാക്കി കൊടുക്കും. മനസ്സിലായോ? അതിപ്പോ ലെഗിങ്സ് ഇട്ടിട്ടാണെങ്കിലും ലിപ്സ്റ്റിക് ഇട്ടിട്ടാണെങ്കിലും ഒരു ഡ്രസ്സ് ഇട്ടിട്ടാണെങ്കിലും നമുക്ക് കംഫർട്ടബിൾ ആണ്. ഒരുപാട് വൃത്തികേടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വി കൻ ട്രൈ. നമ്മൾ ചെയ്യുന്ന വർക്ക് എന്താണ് അത് 100% ചെയ്യുന്നുണ്ട്. അതിനോട് 100% നീതി പുലർത്തുക, നമ്മളോട് നീതി പുലർത്തുക, ലൈഫിൽ എന്താണെങ്കിലും വിജയം ഉണ്ടാവും. അപ്പം അടിപൊളിയല്ലേ? ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്.